ആദ്യത്തെ കൊട്ട് ഈ വാരത്തിലെ കഴിഞ്ഞുപോയ വാരം ആദ്യത്തെ കൊട്ട് വെള്ളാപ്പള്ളി നടേശന്റെ വകയായിരുന്നു. നടയടി എന്ന് പറയുന്നത് പോലെയായിരുന്നു പിണറായിക്കിട്ടുള്ളത്. പിണറായി ഭക്തനാണ്, 2 തവണ ശബരിമലയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് വെച്ച് താങ്ങി. അപ്പോൾ ഇനി അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് പിണറായി അങ്ങനെയല്ല എന്ന് ന്യായീകരിക്കേണ്ടത് CPM ഉത്തരവാദിത്തമാണല്ലോ, പടയാളികളാണല്ലോ. അപ്പോൾ AK ബാലൻ പറഞ്ഞ ഒരു പ്രസ്താവന അത് കണ്ണിലുടക്കി. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിംപിളി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി കമ്മ്യൂണിസ്റ്റ് ആണ്. പ്രസവ വാർഡിന്റെ മുമ്പിൽ സ്ത്രീകൾക്ക് എന്ന് പ്രത്യേകം എഴുതാറില്ലല്ലോ എന്ന് കൂടി ചേർത്ത് വെച്ച് ഈ AK ബാലൻ സത്യത്തിൽ പിണറായിക്ക് അടി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ അത് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അതിനകത്ത് AK ബാലൻ ആയതുകൊണ്ട് ആദ്യം നമ്മൾ AK ബാലനെ ഒന്ന് തിരിച്ചറിയണം. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പം എത്രയും വലിയ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇപ്പം മാർക്സ് തുടങ്ങി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേടിയാണ് അവരെ നയിക്കുന്ന സാധനം. ഏത് കമ്മ്യൂണിസ്റ്റ് ഇപ്പം ആക്രമിക്കുന്ന ആരാണെങ്കിൽ പോലും പേടിയിൽ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നത്. പേടിയില്ലാത്ത ആരും ആക്രമിക്കത്തില്ല. അതതിൻ്റെ ഫണ്ടമെൻ്റൽ സൈക്കോളജിയാണ്. നമുക്ക് തോന്നും ഈ മറ്റേ ചില സിനിമയിലൊക്കെ മോഹൻലാലൊക്കെ ഇങ്ങനെ ചുരുട്ടി മറ്റേ നരസിംഹത്തിലൊക്കെ ഇട്ടിച്ച് വീഴ്ത്തുമല്ലോ. അത് കാണുമ്പോൾ നമുക്കൊരു ധീരതയും ധൈര്യത്തിൻ്റെ ഒക്കെ ലക്ഷണമായിട്ടൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ നമ്മൾ ഈ സിനിമ അടിച്ചേൽപ്പിച്ച സാധനമാണ്. ശരിക്കും ഭീരുത്വത്തിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾക്ക് ധൈര്യമുള്ള വ്യക്തികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗാന്ധിജി എന്ന് നോക്കാം, ബുദ്ധനെ ഒന്ന് നോക്കാം, ശ്രീനാരായണ ഗുരുവിനെ നോക്കാം. ഇങ്ങനെയുള്ള സ്വാമിമാരൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരൊക്കെയാണ് ധീരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭീരുത്വത്തിൽ നിന്നാണ് ഈ ആക്രമണം വരുന്നത്. അപ്പോൾ ഈ ആക്രമോത്സുകത ഇല്ലാത്ത ഒരു വ്യക്തിക്കും കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റത്തില്ല. കാരണം എനിക്കറിയാവുന്ന സാധനം, ഞാനും പണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുകൊണ്ട്, SFI കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ചിന്താഗതി ആയിരുന്നുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള ഫിയർ എങ്ങനെയാണ് ഈ അറ്റാക്ക്. കാരണം നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാകുമോ എന്ന പേടിയിൽ നിന്നാണ് നമ്മളെ ഒരുത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതാണ് അനീലേഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മളെ കടിക്കാൻ വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ പേടി ഉണരുന്നതുകൊണ്ടാണ് ആക്രമിക്കാൻ വരുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് AK ബാലനെ സംബന്ധിച്ചിട്ട് ഇനി അദ്ദേഹത്തിനൊന്നും പേടിക്കാനില്ല. ഉദാഹരണം പറഞ്ഞിട്ട് AK ബാലനെ പറയും അല്ലല്ല, ഈ പേടി എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കാര്യം പേടി മനുഷ്യനെ നിയന്ത്രിക്കുന്ന, പേടിയാണ് സകല വൈകൃതങ്ങളുടെയും അടിസ്ഥാന ഘടകം പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പേടിയാണ് മുഖ്യ താരമായിട്ട് നിൽക്കുന്നത്. പേടി അരങ്ങ് വാഴുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം ഉദാഹരണത്തിന് ബലാത്സംഗം പേടിയാണ്. ബസ്സിൽ കയറി ഒരു പിന്നെ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ തോണ്ടിയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പേടി കൊണ്ടാണ്. അതെങ്ങനെയാണ് പേടിയാണ്? പേടി എന്ന് പറഞ്ഞാൽ താൻ ഒരു സ്ത്രീയാൽ ആകർഷിക്കപ്പെടാനോ, എന്നെ അവൾ നോക്കില്ല എന്നോ, എനിക്ക് അവളുടെ മുമ്പിലുള്ള വിലയില്ലായ്മ എന്നുള്ള സ്വയം ബഹുമാനം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പേടിയുണ്ടാവും. അപ്പം പിടിച്ചു പറിക്കാൻ നോക്കും. ഈ പിടിച്ചുപറിയുടെ വേറൊരു സാധനമാണ് ഈ തൊണ്ടലും പിടിയിലും ഒക്കെ. മറിച്ച് ഒരു പെണ്ണ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരും എന്ന് വിശ്വാസമുള്ളൊരുത്തരാണെങ്കിൽ അങ്ങോട്ട് പോയി തോണ്ടാനും പിടിക്കാനൊന്നും പോകത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതാണ് ഈ പേടി എന്ന് പറയുന്ന സാധനം. അവിടെയാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ആ ഫ്രീഡം, അതുകൊണ്ടാണ് നമ്മൾ ഈ ചില ബുദ്ധിജീവികളൊക്കെ കണ്ടറിയാം. ബുദ്ധിജീവികളൊക്കെ പരസ്യമായിട്ടൊക്കെ ചില സ്ത്രീകളെ കണ്ട ഭയങ്കര ഭക്തി ബഹുമാനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്പർ 1 ഫാളിൽ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപകടമാണ് ഇത്തരം കഥാപാത്രങ്ങൾ. എൻ്റെ കാരണം ഇതാണ്. കാര്യം പെട്ടെന്ന് ഇതിനെ പുറത്ത് കാണിക്കുകയാണ്. കാര്യം ഞാൻ ഉള്ളിൽ അപകടകാരിയല്ല എന്ന് കാണിക്കാനുള്ള വ്യഗ്രത കൊണ്ടാണ് ഈ അമിത വിനയം വരുന്ന സ്ത്രീകളെ കാണുന്ന സമയത്ത്. അതല്ലെങ്കിൽ നോർമലായിട്ട് സംസാരിക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഫ്രീഡമാണ്. ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴുള്ള ഫ്രീഡമാണ്. എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ നയിക്കുന്നത് പേടിയാണ് നയിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും ശത്രു ഇല്ലാതെ പറ്റത്തില്ല. അപ്പുറത്തൊരു ശത്രുവിനെ കാണണം. ശത്രു എപ്പോഴും അപ്പുറത്ത് നിൽക്കുമ്പോൾ പേടി വരും. ഈ പാർട്ടിക്കകത്തും അതുപോലെ തന്നെ. കാര്യം അതൊരു കൾച്ചറായിട്ട് വരികയാണ്. അപ്പോൾ ഈ കൾച്ചർ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പാർട്ടിക്കകത്തും ഈ പറഞ്ഞതുപോലെ ഇന്നത് പറയാൻ പാടില്ല എന്നുള്ള പേടിയിലാണ് ഈ ഒരു പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് ജീവിച്ചു പോകുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ കിട്ടുക. ഇന്നിപ്പോൾ AK ബാലനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം അദ്ദേഹത്തിന് 75 വയസ്സ് കഴിയും. അദ്ദേഹത്തിന് ഇനി ഔദ്യോഗിക സ്ഥാനങ്ങളില്ല. ഇനി പാർട്ടിയിൽ മത്സരിക്കാനില്ല. പിന്നെ ഇനി ഇങ്ങനെ വല്ലപ്പോഴും ഒരു മാധ്യമങ്ങളിൽ കാണുന്ന ബൈറ്റ്, പൊതുവേദികളിൽ രംഗപ്രവേശനം ചെയ്ത് ആൾക്കാരുടെ ബഹുമാനം ഏറ്റുവാങ്ങുക, പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ നിലനിൽക്കുക, ഇത്ര മാത്രമേ ഇനി
അദ്ദേഹത്തിന് ഈ പാർട്ടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നേട്ടം ഉണ്ടാവുകയുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഭരണവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുള്ള പിന്നെ ഈ ഭരണത്തിലിരിക്കുന്നവരുമായിട്ട് സാമീപ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾക്ക് സാധ്യമാവുകയൊക്കെ ചെയ്യാം. അല്ലാതെ പാർട്ടി സ്ഥാനങ്ങളൊന്നും അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ എന്തുകൊണ്ടാണ് ഈ പ്രസവ വാർഡിന്റെ മുമ്പിൽ സ്ത്രീകൾക്ക് മാത്രം എന്താണ് സ്ത്രീ അല്ലേ സ്ത്രീകൾക്ക് മാത്രമേ എഴുതി വെക്കുന്നത്? ഇത് പറയാൻ കാരണം എന്താണ്? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതിന്റെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ആണുങ്ങളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം കൊണ്ടാണ് അല്ലേ? അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി പോരാ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഉദാഹരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഉദാഹരണം പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റാണ്. പ്രസവിക്കാനായിട്ട് ഒരു പിന്നെ പ്രസവ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഇപ്പം നമ്മുടെ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഉള്ള കാലഘട്ടമാണ് അല്ലേ? ഇപ്പം അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ഗർഭം ധരിച്ചകത്ത് കിടക്കുകയാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീയാണെന്ന് പ്രസവ വാർഡിലുള്ള ഒരു സ്ത്രീയെ നമുക്ക് അതിലേക്ക് പ്രവേശിച്ച ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സംശയം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വീണ്ടും അതല്ല ഇതിനെടുത്ത് പറയേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ പിണറായി ഇപ്പോൾ ഒരു ഭക്തനാണോ കമ്മ്യൂണിസ്റ്റാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് പിണറായി വിജയന് താല്പര്യമില്ലാത്ത ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ വൈകാരികതയെ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ പോലും അദ്ദേഹം ഉടനെ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം സർ അങ്ങയുടെ നല്ല പ്രസംഗത്തിന് നന്ദി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനൊന്നും പറയണ്ട എന്ന് ആ വേദിയിൽ തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ, സ്വാഭാവികമായിട്ടും ഈ അനൗൺസ്മെന്റ് വരുന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഉള്ള കുട്ടികളൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അവരോടൊക്കെ അത്യാവശ്യം നമ്മൾ പൊതുവെ എന്താ പറയുക സ്നേഹത്തോടെ തന്നെ പെരുമാറേണ്ടതാണ്. മാന്യതയല്ല, സ്നേഹത്തോടെ പെരുമാറേണ്ടതാണ്. അവരൊരു വളരെ ഉപചാരപൂർവ്വമുള്ള സംഗതിയാണ് പറഞ്ഞത്. അതുപോലും സഹിക്കാൻ പറ്റാത്ത വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഭക്തൻ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇത്രയും നാളിന് ശേഷം മിണ്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ ഭക്തനാണ് എന്നുള്ള പിണറായിയുടെ ഭാഷ്യത്തെ പൂർണ്ണമായി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, പിണറായിയുടെ മുൻകൂട്ടി അറിവോടുകൂടി തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. കാരണം വെള്ളാപ്പള്ളിക്ക് അറിയാം പിണറായിയുടെ അനുവാദമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ അത് തിരുത്തും, അത് കൂടുതൽ ബന്ധം വഷളാക്കുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കാച്ചിക്കോട്ടെ എന്ന് പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞ് ഞാൻ ഇങ്ങനൊരു കാച്ചും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന ഒരു വാക്ക് പിണറായി വിജയനിൽ നിന്ന് ലഭിക്കാതെ വെള്ളാപ്പള്ളി ഗണേശൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് പിണറായി വിജയനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു വ്യക്തിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. ഇപ്പം പിണറായി വിജയനും ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും നടപ്പിലാക്കാൻ ഉള്ള ഒരു ഇച്ഛാശക്തിയുള്ളൊരു മനുഷ്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഗുണങ്ങളിൽ ഒന്ന് തന്നെ, സംശയമില്ലാത്ത കാര്യമാണത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അയ്യപ്പ സംഗമത്തിനകത്ത് പുള്ളി ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പാണ്. ആ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ വലിയ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് CPMനെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക, പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും. അത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ്റെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഇന്നലെ ഇപ്പം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു UDF വന്നു കഴിഞ്ഞാൽ ലീഗായിരിക്കും ഭരിക്കുക. ലീഗ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അല്ലേ? അപ്പോൾ ഇനി കേരളത്തെ ഇനി മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു സിംഗിൾ ചോദ്യമാണ് വരുന്ന തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. ഈ വിഷയം അതിമനോഹരമായിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നത്, ഇതിനെ ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് LDF അല്ലെങ്കിൽ CPM ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിണറായി ഭക്തനാണോ കമ്മ്യൂണിസ്റ്റാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ പിന്നെ AK ബാലൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം ഭക്തനല്ല എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ ക്യൂറേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ഭംഗി കിടക്കുന്നത്. ഒരിക്കലും പിണറായി ഭക്തനല്ല എന്ന് കമ്മ്യൂണിസ്റ്റാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല അതിന് രൂപമയം കൂടെ വെച്ചു കൊടുത്തു.
പ്രസവ മുറിയുടെ. അതെ. അപ്പൊ അതിലൂടെ എന്ത് പറ്റി, ഒരു കൗതുകത്തിന്റെ ഒരു തലത്തിലേക്ക് അങ്ങോട്ട് മാറി. ഇപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നതാണല്ലോ ചർച്ച ചെയ്യുന്നത്, ഇല്ലേ? അതോടൊപ്പം തന്നെ ഭക്തനല്ല എന്ന് ബാലൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെയൊക്കെയാണ് ഇതിന്റെ സൂക്ഷ്മ തലം കിടക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് 2026 തെരഞ്ഞെടുപ്പിലേക്കുള്ള ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആ ഗതിയുടെ, ആ സൂക്ഷ്മ തന്ത്രങ്ങളുടെ ആസൂത്രണത്തിന്റെ ഓരോരോ ചെറിയ ചെറിയ വശങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സൂക്ഷ്മമായ വശങ്ങൾ, ചെറുതല്ല, സൂക്ഷ്മമായ വശങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.